പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? കർത്താവിൽ സന്തോഷത്തോടെ ഇരിക്കുന്നുവോ? ഓരോ ദിവസം രാവിലെയും കർത്താവായ യേശുവിന്റെ കൃപ പുതിയതായിരിക്കുന്നു. ഓരോ ദിവസവും വരുമ്പോൾ ദൈവം നമുക്ക് പുതിയ കൃപ നൽകുന്നു, പുതിയ വാക്ക് തരുന്നു. ഇന്നും ഒരു പുതിയ വാഗ്ദത്തം തരാൻ പോകുന്നു. അതൊക്കെ പോട്ടെ, ഈ സ്ഥലം മുഴുവനും ബോട്ടുകൾ നിരന്നിരിക്കുന്നല്ലോ. ഏതാണ് ഈ സ്ഥലമെന്ന് വിചാരിക്കുകയാണോ? ഇതാണ് രാമേശ്വരത്തിലുള്ള കടൽ തീരം. രാമേശ്വരത്ത് മീൻ പിടിക്കുന്ന തൊഴിൽ ചെയ്യുന്ന അനേകായിരം മീൻപിടുത്തക്കാര് ഇവിടെ വസിക്കുന്നുണ്ട്. അവരുടെ ബോട്ടുകളാണ് ഈ കാണുന്നതൊക്കെ. കണ്ടോ, അനേകായിരം ബോട്ടുകൾ നിർത്തിയിരിക്കുന്നു. ഒരുപാട് മുക്കുവന്മാര് ഇവിടെയുണ്ട്. ഇവിടെ നിന്നാണ് അവർ മീൻ പിടിക്കാൻ പോകുന്നത്. ഇതാണ് രാമേശ്വരം കടൽ തീരത്തുള്ള മുക്കുവന്മാരുപയോഗിക്കുന്ന ബോട്ടുകൾ. യേശുക്രിസ്തു കടൽ തീരത്തുള്ള ഗലീലിയ കടൽ തീരത്തുള്ള മുക്കുവന്മാരെ സമീപിച്ച് അവർക്കെല്ലാം യേശു വാക്കുകൊടുത്ത് ആശീർവദിച്ച് കൂടെയിരുന്ന് അവരെ തിരഞ്ഞെടുത്ത് ഉപയോഗിച്ചു എന്ന് വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഇവിടെ അനേകം മീൻപിടുത്തക്കാർ രക്ഷിക്കപ്പെട്ട് യേശുവിനെ സ്നേഹിച്ച് യേശുവിന്റെ സാക്ഷികളായിരിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചിരിക്കുന്നു. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ദൈവം ഇന്ന് എനിക്ക് തരാൻ പോകുന്ന വാക്കെന്താണെന്ന് അറിയാനിരിക്കുകയാണല്ലേ. സെഖര്യാവ് 9:12 ദൈവം പറയുന്നു, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകുമെന്ന് ഞാൻ ഇന്ന് പ്രസ്താവിക്കുന്നു എന്ന്. വേദപുസ്തകത്തിൽ ഇയ്യോബ് എന്നൊരു ഭക്തനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അയാള് താമസിച്ചിരുന്ന ആ ദേശത്തെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു, ഏറ്റവും വലിയ സ്വാധീനമുള്ളയാളായിരുന്നു. പേരും പ്രശസ്തിയോടും കൂടെ ജീവിച്ചു. അയാൾക്ക് ആടുകളും പശുക്കളും ഒട്ടകങ്ങളും എന്നിങ്ങനെ അവയെ പരിപാലിക്കാൻ ആയിരക്കണക്കിന് ജോലിക്കാരും ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ എത്ര വലിയ പണക്കാരൻ! ആ ദേശത്ത് എല്ലാവരേക്കാളും വലിയ പണക്കാരനായിരുന്നു അയാൾ. അയാൾ ആ നാട്ടിൽ പേരും പ്രശസ്തിയും ഉള്ളവനായിരുന്നു, വലിയ പ്രമാണി. എവിടെ നോക്കിയാലും അയാളുടെ സ്വത്തുക്കളും ആശീർവാദങ്ങളുമായിരുന്നു. 10 മക്കളുണ്ടായിരുന്നു. അയാൾ കർത്താവിനെ സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു, നീതിമാൻ. യഹോവ അയാളെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു, അവൻ എന്റെ ദാസനാണ്, പാപത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്ന നീതിമാനാണ് അവനെന്ന് യഹോവ തന്നെ സാക്ഷ്യം പറയുന്നു. അങ്ങനെയുള്ള ജീവിതം നയിച്ചവനായിരുന്നു. പെട്ടെന്ന് അയാളുടെ ജീവിതത്തിൽ ഒരു നഷ്ടമുണ്ടായി. ഒറ്റ ദിവസം തന്നെ അയാളുടെ കന്നുകാലികൾ എല്ലാം മോഷ്ടിക്കപ്പെട്ടു, സ്വത്ത് മുഴുവനും നഷ്ടപ്പെട്ടു, പണിക്കാരെല്ലാം വിട്ടിട്ടു പോയി. 10 മക്കളും ഒരപകടത്തിൽ മരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയി. എല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിയിൽ ജനങ്ങളെല്ലാവരും എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എന്ത് പാപം ചെയ്തുവോ? ഇല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവം നടക്കുമോ? ഒറ്റ ദിവസം കൊണ്ട് 10 മക്കൾ മരിക്കുവോ എന്ന് പറയത്തക്ക വിധത്തിൽ ഭക്തി പുറമേ മാത്രമേ ഉണ്ടാകൂ, ഉള്ളിൽ പാപം ചെയ്യുന്നുണ്ടാകും എന്നൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുമല്ലേ. അപമാനിക്കപ്പെട്ടു, ഒരുപാട് പരിഹാസത്തിനിരയാക്കി. നഷ്ടം ഒരു വശത്ത്, പരിഹാസവും നിന്ദയും മറുവശത്ത്. മനസ്സിനെ എന്തുമാത്രം വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ അയാൾ എപ്പോഴും കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന് സ്തോത്രമെന്ന്, കർത്താവിനെ സ്തുതിച്ചു എന്നല്ലാതെ കർത്താവിനോട് പിറുപിറുത്തില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഞാൻ അങ്ങയുടെ മകനല്ലേ, എനിക്കെന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചില്ല, പിറുപിറുത്തില്ല. എല്ലായ്പ്പോഴും യഹോവയെ സ്തുതിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അത് കണ്ട യഹോവ എന്തു ചെയ്തു? അയാളുടെ ബന്ധനത്തെ മാറ്റി 2 മടങ്ങ് ആശീർവദിച്ചു. ഇയ്യോബ് 1 എല്ലാം നഷ്ടപ്പെട്ടു. ഇയ്യോബ് അവസാനത്തെ അധ്യായം 42 വായിച്ചാൽ ഇയ്യോബിന് നഷ്ടപ്പെട്ട എല്ലാ സൗഭാഗ്യങ്ങളെയും ഇരട്ടിയായി വീണ്ടും കൊടുത്തു. മക്കൾ ഇരട്ടിയായി, സ്വത്തുക്കൾ ഇരട്ടിയായി, എല്ലാം ഇരട്ടിയായി. ഇപ്പോൾ അപമാനപ്പെടുത്തി സംസാരിച്ച ജനങ്ങൾ അവരാശ്ചര്യപ്പെട്ടു പറഞ്ഞു, നമ്മൾ എന്തോ വിചാരിച്ചു. യഥാർത്ഥത്തിൽ അയാൾ നീതിമാനാണ്, ദൈവത്തെ ഭയന്ന് ജീവിച്ചിട്ടുണ്ട്, ഇരട്ടിയായി കൊടുത്തു എന്ന്. എവിടെയാണോ അയാൾ താഴ്ത്തപ്പെട്ടത്, അതേ സ്ഥലത്ത് ദൈവം അയാളെ ഉയർത്തി. അതുപോലെ നിങ്ങൾക്കും ചെയ്യും. ജോലി നഷ്ടപ്പെട്ടുവോ? സ്വത്തുക്കൾ നഷ്ടപ്പെട്ടുവോ? നിങ്ങളുടെ പേരും പ്രശസ്തിയും നഷ്ടപ്പെട്ടോ? പരിഹാസത്തിനിരയായോ? വെറും കപട നാടകമാണ് എന്ന് നിങ്ങളുടെ ഭക്തിയെ പരിഹസിച്ചുവോ? ഞെരുക്കങ്ങൾക്കും അപമാനത്തിനും നടുവിലാണോ നിങ്ങളുള്ളത്? നഷ്ടപ്പെട്ട സ്ഥിതിയിൽ ബന്ധങ്ങളെ നഷ്ടപ്പെട്ട്, സ്വന്തക്കാരെ നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, ആരോഗ്യം നഷ്ടപ്പെട്ട് കഷ്ടപ്പെടുകയാണോ? ദൈവം പറയുന്നു, ഇരട്ടിയായി അനുഗ്രഹം തരും, നിനക്ക് നഷ്ടമായത് ഇരട്ടിയായി തരും എന്ന് യഹോവ പറയുന്നു. വിശ്വസിക്കൂ. ഇയ്യോബിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങൾ സത്യസന്ധരായിരിക്കൂ, ദൈവത്തെ സ്തുതിക്കൂ, പിറുപിറുക്കരുത്, കുറ്റം പറയരുത്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും നടക്കില്ല. മനസ്സോടെ സ്തുതിക്കൂ, 2 ഇരട്ടി ആശീർവാദമുണ്ടാകും. ദൈവമേ, ഞാൻ പിറുപിറുക്കില്ല, ഞാൻ നിരാശപ്പെടുകയില്ല, അങ്ങയെ കുറ്റം പറയുകയില്ല. എല്ലാറ്റിനും, നഷ്ടങ്ങൾക്കും ഞെരുക്കങ്ങൾക്കും വേദനകൾക്കും നിന്ദകൾക്കും അപമാനങ്ങൾക്കും വേണ്ടി സ്തോത്രം സ്തോത്രം സ്തോത്രമെന്ന് അങ്ങയെ സ്തുതിക്കുന്നു.
അങ്ങ് വാക്ക് തന്നതുപോലെ എന്നെ ഇരട്ടിയായി ആശീർവദിക്കും. ഇന്ന് തന്നെ ബന്ധനങ്ങൾ മാറി ഇരട്ടി അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ